ചാപ്റ്റർ 2 ഇ ടൈം ട്രാക്ക് ലൈറ്റ് ലൈസൻസ്. നമുക്ക് ഈ ടൈം ട്രാക്ക് ലൈറ്റിൻ്റെ ലൈസൻസ് എങ്ങനെ എടുക്കാം? 7 days ലൈസൻസോട് കൂടിയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നത്. ലൈസൻസ് എടുക്കാൻ 3 ഓപ്ഷൻസ്. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ഇമെയിൽ അയക്കുക, നമ്മളതിന് ലൈസൻസ് കോഡ് തരും. രണ്ടാമത്തത്, നമ്മൾ എവിടെ നിന്നാണോ ഐറ്റം വാങ്ങിയത്, മെറ്റീരിയൽ വാങ്ങിച്ച വെൻഡർ, ആ വെൻഡർക്ക് അയച്ചു കൊടുക്കുക, അവർ ലൈസൻസ് എടുത്ത് തരും. മൂന്നാമത്തെ ഓപ്ഷൻ, ESSലെ ഡയറക്റ്റ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് അതിൽ ഡീറ്റെയിൽസ് കൊടുത്ത് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ 7 ദിവസത്തെ ട്രയൽ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിൽ നിന്നും ലൈസൻസ് കോഡ് ആക്ടിവേഷൻ കോഡ് കോപ്പി എടുത്ത് നമുക്ക് ഇമെയിൽ അയക്കുക. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇമെയിൽ അയക്കേണ്ട ഫോർമാറ്റ്, ഇമെയിൽ ID, കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. നോർമലി ഒരു ഇമെയിൽ ലഭിച്ചതിന് ശേഷം 5 മിനിറ്റിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. നോർമൽ വർക്കിംഗ് അവേഴ്സ് ആണ് കേട്ടോ, 9:30 to 5:30. ഇൻ ബിറ്റ്വീൻ ടൈമിൽ മാത്രമേ നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുള്ളൂ. ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, ഈ ടൈം ട്രാക്ക് ലൈറ്റ് ഡെസ്ക്ടോപ്പ് ടൈപ്പ് ആണോ വെബ് ടൈപ്പ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് MS Access ഉണ്ട്, SQL ഉണ്ട്, Oracle ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് കിട്ടുന്ന ലൈസൻസ് എഡിറ്റ് ലൈസൻസിൽ പോയി ലൈസൻസ് പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പിന്നെയുള്ള ജോലിയുള്ളൂ. വൺസ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോഫ്റ്റ്വെയർ സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ESSലെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുന്നതാണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 5,000 ആ റേഞ്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. സെയിം വേ തന്നെ വെബിനാണെന്നുണ്ടെങ്കിൽ 15,000 ചാർജ് ചെയ്യുന്നതാണ്.